ഞാൻ ഫിനാൻസ് M.Com ഫിനാൻസ് ഇവിടെ ഫിനാൻസ് ചെയ്തിരുന്നത്. പിന്നെന്താ ഇന്നിപ്പോൾ ലാസ്റ്റാണ്. ഒന്നുകൂടി വന്നതിൽ ഒരുപാട് സന്തോഷം. കുറേ ഓർമ്മകളും എല്ലാതുമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. സാർമാരായാലും ടീച്ചേഴ്സ് ആയാലും അത്രയും കണക്റ്റഡ് ആയിരുന്നു, നമ്മളോട് ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം നല്ല മിസ് ചെയ്യും ഇനി എന്തായാലും. അടിപൊളിയാണ് മൊത്തത്തിൽ. ഞാൻ PG ഫസ്റ്റും സെക്കൻഡും ആയാണ് ഇവിടെ ചെയ്തത്. അതെ, അപ്പോൾ ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇനിയും കരിയർ എന്തായാലും നല്ലപോലെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല, വരും ഇൻഷാ അല്ലാഹ്. CPA കോളേജിലെ ഫാക്കൽറ്റിയെ കുറിച്ച് പറഞ്ഞു. എന്തായാലും ഹാപ്പിയാണ്. ഫ്രണ്ട്സൊക്കെ എന്താ പറയുന്നത്? ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പിയാണ് മാഷാ അല്ലാഹ്. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സഫീർ സാറ്, അബു സാറ്, ആര്യ മിസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കട്ടകയാണ്. നമുക്ക് ഒരു എന്താ പറയുക, ടീച്ചേഴ്സ് ആണെന്നുള്ള ഫീലൊന്നുമില്ല. കറക്റ്റ് ഫ്രണ്ട്ലി വൈബാണ് ഓരോരുത്തു നിന്ന് കിട്ടണേ. അടിപൊളിയായിരുന്നു എന്തായാലും മൊത്തത്തിൽ. ഒന്നും പറയാല്ല, അടിപൊളിയാണ്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫാണ്, നല്ല ഫ്രണ്ട്ലിയാണ് അവരൊക്കെ. ഒരു സാറ് അങ്ങനെ സാറ് ടീച്ചേഴ്സിൻ്റെ ഉപരി ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മൾ ഫാമിലി പോകണ എല്ലാവരും. സൂപ്പറാണ്. എടുത്തു പറയുകയാണെങ്കിൽ ആരെക്കുറിച്ച് പറയാൻ പറ്റും? അതിന് എടുത്തു പറയാൻ മാത്രം ഒരാളെ പറയാൻ പറ്റൂല. എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാം. ഭയങ്കര ഒരു ഫാമിലി ഫ്രണ്ട്സ് അങ്ങനത്തെ അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമാണ്. പഠിത്തം മാത്രമാണോ? പഠിത്തം, കൾച്ചറായിട്ടുള്ളതും എല്ലാതും ഉണ്ട് ഇവിടെ. കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യണം, ടാക്സ് ഓഫീസിലെ അക്കൗണ്ടിൽ വർക്ക് ചെയ്യണം. അടിപൊളി കോളേജാണ്. ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യും. എൻ്റെ കോളേജിൽ നിന്ന് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുള്ളത് നമ്മൾ CPA കോളേജിനെ കുറിച്ചാണ്. കാരണം ഞാൻ അവിടെ വന്നതിന് ശേഷം ഒരു കാര്യത്തിനും എനിക്ക് ഒരു ഇത് വന്നിട്ടില്ല. അവരെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് CPA കോളേജിനെ കുറിച്ച് പറയാനില്ല. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും, സ്ട്രിക്റ്റിനെ കുറിച്ചാണെങ്കിലും, യൂണിഫോമിറ്റീസ് എല്ലാത്തിനും ഇവിടുന്ന് ജോബ് റെഡിയാക്കി കൊടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കോളേജിലും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ. ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ആഴ്ചയിലോ ഓരോ ഈ ഒരു വെക്കേഷന് 2 ടൈമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മോന് CMAയുടെ എക്സാം ഉള്ളതുകൊണ്ടാണ് ഞാനത് അറ്റൻഡ് ചെയ്യിപ്പിക്കാഞ്ഞത്. കാരണം നമ്മളെ അറിയിച്ചിരുന്നു, പേരൻസ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ഈ അടുത്ത് ഇത്രയും സൗകര്യങ്ങൾ, ഇത്രയധികം കോഴ്സുകൾ, കാര്യങ്ങളൊക്കെ ഉള്ളൊരു കോളേജ് വേറെ ഇല്ല. സത്യത്തിൽ എൻ്റെ മക്കളുടെ കോൺവൊക്കേഷൻ അല്ല, അവരിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഇവിടുന്ന് പാസ് ഔട്ടായിട്ടുള്ള കുട്ടികളെ കോൺവൊക്കേഷനാണ് നടക്കുന്നത്. എന്നിട്ടും ഞങ്ങളൊക്കെ എത്ര സജീവമാകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാരൻസും അല്ലെങ്കിൽ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫ് അവരൊക്കെ തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ഞങ്ങളൊക്കെ ഇത്രയും എല്ലാ കാര്യത്തിലും സജീവമാണ്. ഈ ഇരുന്ന് കുറേ ആൾക്കാർ നമ്മളെ മക്കളെ റിസൾട്ട് ആക്ച്വലി വന്നിട്ടില്ല, അവർക്ക് അടുത്ത വർഷം ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുട്ടികളെ പാസ് ഔട്ടാണ്. കഴിഞ്ഞ ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുവിടാം. സ്റ്റാഫാണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാം കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ വളരെ ഉഷാറാണ്. CPA കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോൻ പഠിച്ച് 2 വർഷം കഴിഞ്ഞ്. പക്ഷേ ഇപ്പോൾ എന്തൊരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾ വിളിക്കും. ഒരു പാരൻസ് ക്ലബ്ബ് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. CPA കോളേജ് മാഷ്മാരായാലും മാനേജറായാലും എപ്പോഴും നല്ല സപ്പോർട്ടാണ്. മക്കൾ പഠിക്കണം തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ. എല്ലാ പരിപാടിക്കും ഞങ്ങളെ ഒഴിവാക്കാറില്ല. അത്രയും നല്ലൊരു കോളേജാണ്. CPA കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്സ്, നല്ലൊരു ഫാമിലീനെ കിട്ടി. ഇവിടുന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നായിരുന്നു. അടിപൊളിയായിരുന്നു. ഷുവർ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ കോളേജിൽ. ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. ഇങ്ങനത്തെ ഒരു റീജോയിൻമെൻറ്റ് അവർ തന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരെ ഞങ്ങൾക്ക് കാണാനും പറ്റി. സോ വെരി ഹാപ്പി. വരും. എനിക്ക് ഓരോ ഫാക്കൽറ്റീസും ഭയങ്കര സ്പെഷ്യലായിട്ടാണ് തോന്നിയത്. ഇവിടുന്ന് ഫാക്കൽറ്റീസ് തരുന്ന ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും MBA ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയൊരു ഗൈഡൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ MBA ചെയ്തപ്പോൾ അതിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടും അതിൻ്റെ ക്ലാസ്സിനൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിക്കണമെങ്കിലും അവർ നമ്മളെ എന്താ പറയുക ഒഴിവാക്കാതെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ആ എക്സാമിലേക്കും പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനിലുള്ള പഠിക്കുന്ന അതിന് വേണ്ട ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും ചെയ്തതൊക്കെ ഇവിടുത്തെ സാറുമാരാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 years നമ്മൾ ഫാമിലി പോലെ നല്ല മെമ്മറീസ് തന്നെയായിരുന്നു. ബെസ്റ്റായിരുന്നു കോളേജ് ലൈഫ് പറയുന്നത്. കുഴപ്പമില്ലാതെ എല്ലാ രീതിക്കും നല്ല കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കോൺവൊക്കേഷൻ കിട്ടുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഒന്നും കൂടി ഹാപ്പി മൊമെൻ്റായി തോന്നി. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു അധ്യാപകരെ കുറിച്ച് നമുക്കറിയാം. നല്ല കമ്പനി ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകരായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിന്ദു മിസ് എന്ന് പറഞ്ഞ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അമ്മ എന്നാണ് പറയല്. അമ്മ ഞങ്ങളാണ് പേരിട്ടിക്കണത് അമ്മ എന്നുള്ള.
മദർ ഓഫ് കോർപ്പറേഷൻ ആണ്. ബിന്ദു മിസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ കോപ്പറേഷൻ എന്ന് പറഞ്ഞത് അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു അമ്മക്കൊരു കുട്ടികളായിട്ട് 58 കുട്ടികളും അടിപൊളിയായിരുന്നത്. സാർമാർ അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് HOD ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സപ്പോർട്ടാണെങ്കിലും കാര്യങ്ങളാണെന്നെങ്കിലും അവരുടെ സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഓൺ ടൈമിൽ നമുക്ക് ചെയ്തു തരും. പഠിത്തം മാത്രമാണോ എല്ലാ ആക്ടിവിറ്റീസും ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. HOD സാറൊക്കെ പക്കയായിരുന്നു. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും കോർഡിനേറ്റ് ചെയ്തിട്ടും അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. BCom ഫിനാൻസ് ജോലി ചെയ്യുന്നുണ്ട്? ഉണ്ട്, ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് CPA കോളേജിലെ അധ്യാപകരെ കുറിച്ച് ആരെ എടുത്ത് പറയാൻ പറ്റും? എല്ലാവരും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോരുത്തരെയും ഇതപ്പോൾ എൻ്റെ മിസ്സാണ് ഇരിക്കുന്നത്. എല്ലാവരും അടിപൊളി മിസ്സുമാരായിരുന്നു. പഠിപ്പിക്കുന്നതും ഫ്രണ്ട്ലി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു CPA? നല്ല തന്നെയായിരുന്നു. 3 വർഷവും നല്ല അഭിപ്രായം. ആദ്യം വരുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? മോളങ്ങോട്ട് വിടുമ്പോൾ CPA കോളേജിലേക്ക് പോകുന്നത് ഇനി എന്താ? നമ്മളെ കുടുംബമാണ് ഇവര്, അപ്പൊ പിന്നെ ആ ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും CPA കോളേജ് ഇപ്പോൾ നമുക്ക് അത് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തോന്നി നന്നായിരുന്നു തോന്നി. 3 വർഷം ഇവിടെ പഠിച്ച നന്നായിരുന്നു തോന്നി. അധ്യാപകരൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഇതിൽ തന്നെയാണ്, നല്ല സന്തോഷം തന്നെയാണ്. ഒപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് മക്കളോട് എല്ലാവരോടും. നല്ല ഹാപ്പിയാണ്, മക്കളെല്ലാവരും നല്ല ഹാപ്പിയാണ്. വളരെ ഹാപ്പി. ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ഇവിടെ. എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കോളേജിലേക്ക് വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാവും വീട്ടുകാർക്ക്, എങ്ങനെ ഇപ്പോൾ CPA കോളേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതൊന്നും അതിനൊക്കെ നമ്മൾ നല്ല ഹാപ്പിയാണ്. അതിനൊക്കെ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ പറയും. അപ്പോൾ കുട്ടികളെ നല്ല ഇതിൽ പ്രസൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങൾക്കും നല്ല ഹാപ്പിയായിട്ട് ഇത് ചെയ്യുക. നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ഹാപ്പി ആയിരുന്നവരെ അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങൾ ഹാപ്പി ആവുക. അത്ര തന്നെ. CPA കോളേജ് നല്ല അടിപൊളിയാണ്. ടീച്ചേഴ്സ്മാർക്ക് നല്ല കമ്പനിയാണ്. നമുക്ക് എന്തൊരു ഓപ്പണായി പറയാം. നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ എടുത്തു പറയാൻ പറ്റിയ ഒരു ടീച്ചേഴ്സ് ആരാണ്? അങ്ങനെ ഒരാൾ ചോദിച്ച എല്ലാവരും എല്ലാവരും നല്ല സെറ്റാണ്. ഒരുവിധ പരിപാടിയൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ചെറുക്കിനെ ഇവിടുന്ന് കോൺവെക്കേഷൻ അവാർഡ് കിട്ടാനുള്ളതാണ്. അപ്പോൾ നല്ല കോളേജാണ്, നല്ല അച്ചടക്കം, നല്ല ഇതൊക്കെ ഉള്ള നല്ല കോളേജ് അന്തരീക്ഷം, അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ കുട്ടികളൊക്കെ ഹാപ്പിയാണ്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല പഠിപ്പും കാര്യങ്ങളും. പിന്നെ മാഷന്മാരാണെങ്കിലും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലും സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് തന്നെയായിരുന്നു. മക്കൾ വരായിരുന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് വീട്ടിൽ കിട്ടിയിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിരുന്നു. കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാറുണ്ട്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. അല്ല ആബ്സെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് രക്ഷിതാക്കളെ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീസൻ്റാണ്. നല്ല കോളേജാണ്, നല്ല അഭിപ്രായമാണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അറിയിക്കും ഒക്കെ ചെയ്യും. നല്ലതാണ്. ആശങ്ക ഉണ്ടായിരുന്നു വരുമ്പോൾ? ഹലോ, നമസ്കാരം. ഞാൻ മെറീനയാണ്. തിരൂരുകാർക്ക് ഒരു പുതിയ കല്യാണ വിശേഷം ഒരുങ്ങുകയാണ് കേട്ടോ. ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിങ് മോളിന്റെ ബ്രൈഡൽ കി ഷാദി ഫെസ്റ്റിന്റെ ഭാഗമാകാൻ ഈ വരുന്ന മെയ് 16 വൈകിട്ട് 3 മണിക്ക് ഞാനും എത്തുന്നു. അന്നേ ദിവസം അവിടെ വെച്ച് നടക്കുന്ന ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് iPhone 17 Pro Max സമ്മാനമായിട്ട് ലഭിക്കുന്നു. മാത്രമല്ല അന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. അപ്പം മറക്കണ്ട, ഏവർക്കും സ്വാഗതം ഈ വരുന്ന 16 3 മണിക്ക്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.